എന്റെ മണ്ടയ്ക്കാട്ട് ഭഗവതി, ഇതൊരു ഭാർഗവീ നിലയം തന്നെയാണല്ലോ. ആ ഗോപിനാഥൻ സാറിന് എന്നോട് എന്തെങ്കിലും പ്രത്യേക വൈരാഗ്യം കാണും. അതുകൊണ്ടായിരിക്കും എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ദൈവമേ. നമസ്കാരം. ആരാണ്? മനുഷ്യവർഗത്തിൽപ്പെട്ട ഒരാളെങ്കിലും കാണാൻ കഴിഞ്ഞല്ലോ. ഗോപിനാഥൻ സാർ പറഞ്ഞു വിട്ട കുക്കാണ് ഞാൻ, ശങ്കരൻകുട്ടി. പേര് ശങ്കരൻകുട്ടി. സ്നേഹമുള്ളവരെന്നെ ശങ്കരിന്ന് വിളിക്കും. സാറ് എന്നെ എങ്ങനെ വിളിച്ചാ മതി. ഇതിനു മുമ്പ് താൻ എവിടെ നിന്ന്? ഗോപിനാഥൻ സാറിന്റെ വീട്ടിലായിരുന്നു. അതിനു മുമ്പ് സർക്കിള് മൈക്കിളേറ്റിന്റെ വീട്ടിലായിരുന്നു. അതിനു മുമ്പ് വക്കീല് ഭാസ്കരൻ നായരുടെ വീട്ടിലായിരുന്നു. അതിനു മുമ്പ് സ്മഗ്ലർ ഖാദർക്കയുടെ വീട്ടിലായിരുന്നു. അതിനു മുമ്പ് ശരി. ഇവിടെ ഞാനും എന്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ. അവൾക്ക് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ സമയമുണ്ടായെന്ന് വരില്ല. ഈ വീട് ഭംഗിയായി നോക്കേണ്ടത് തന്റെ ചുമതലയാണ്. അത് ശങ്കരി ഏറ്റു സാറേ. ഇതിനു മുമ്പ് നിന്ന വീടുകളിലെ ലേഡീസിന്റെ എല്ലാ കാര്യങ്ങളും ശങ്കരിയാ നോക്കിയേ. പിന്നെ ഒന്ന് ചോദിച്ചോട്ടെ, ഇവിടെ പ്രേതത്തിന്റെ അല്പസ്വല്പ ശല്യം ഉണ്ടെന്ന് പറഞ്ഞ നേരാണോ? നേരാണ്. അല്ല, ദേവിയമ്മയുടെ ഭർത്താവ് മരിച്ചുപോയെന്നും ആ പ്രേതം ഇവിടെ ഇങ്ങനെ ചുറ്റി നടക്കുന്നുവെന്നും അല്ല ആളുകൾ വെറുതെ പറയുന്നാവൂല്ലേ? വെറുതെ അല്ല, സത്യമാണ്. തനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഇവിടെ നിന്നാ മതി. അതെന്തോന്ന് ചോദ്യമോ സാറേ? സാർ ഇവിടെ ഉള്ളപ്പോ ശങ്കരിക്ക് എന്തിനാ പേടി? എന്നാൽ താൻ അകത്തേക്കല്ലേ, ജോലികൾ ആരംഭിക്കാം. ഉള്ളത് പറയാമല്ലോ കൊച്ചമ്മേ. ഇവിടുത്തെ അടുക്കളയിൽ ഒറ്റയ്ക്ക് നിന്ന് ജോലി ചെയ്യാൻ എനിക്ക് പേടിയാ. അടുപ്പത്ത് ഇറച്ചി തിളച്ചോണ്ടിരുന്നപ്പോ ജനവാതുക്കൽ 2 കണ്ണുകൾ അതെന്നെ തന്നെ തുറച്ചു നോക്കി. എന്റെ മണ്ടയ്ക്കാട്ട് ഭഗവതി, എന്റെ ശരീരം അടി മുതൽ മുടി വരെ ഇങ്ങനെ വിറച്ചു. പരദൈവങ്ങളൊക്കെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വരുന്നത് വരട്ടെ എന്ന ധൈര്യത്തോടെ ടോർച്ചെടുത്ത് ഞാൻ ആ കണ്ണുകളിലേക്ക് തെളിച്ചു. നോക്കിയപ്പോ ആരാ? നമ്മുടെ കാടൻ പൂച്ച. എന്നാലും ഈ ശങ്കരിക്ക് പേടിയാ. പൂച്ചയുടെ വേഷത്തിൽ നടക്കുന്ന ചില ഒടിയന്മാരുണ്ട്. അവരുടെ ഞാൻ മുമ്പ് ചെന്ന് പെട്ടാ എന്റെ മാനം പോവും. താനൊന്നും കഴിച്ചില്ലേ? അതെന്തോന്ന് ചോദ്യമാ കൊച്ചമ്മ. വീട്ടുകാര് കഴിച്ചു കഴിഞ്ഞാലല്ലേ വേലക്കാര് കഴിക്കൂ. ഞാൻ അങ്ങനെ ശീലിച്ചിട്ടുള്ളൂ. ഇവിടെ വീട്ടുകാരായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. താൻ പോയി കഴിച്ചോ. അയ്യോ, അപ്പൊ അദ്ദേഹം വരണ്ടേ? അയാൾ എന്റെ ആരുമല്ല. അയാൾക്ക് വേണ്ടി കാത്തിരിക്കും വേണ്ട. ദേവി ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയോ? എന്നെയും കാത്തിരിക്കായിരിക്കും വിചാരിച്ച് ഓടിപ്പടഞ്ഞു വരികയായിരുന്നു. ഏതായാലും കഴിച്ചോളെ. ശങ്കരൻകുട്ടി. ശങ്കരി. ശങ്കരി. വിളമ്പിക്കോ. മതിയാക്കിയോ? ഭർത്താവിന്റെ കൂടെ ഇരുന്ന് അല്പമെങ്കിലും കഴിക്കണ്ടേ? മര്യാദയ്ക്ക് വേണ്ടിയെങ്കിലും. ഭർത്താവ് പഴയ സ്വഭാവം തന്നെ. ഒരു കാര്യം പറയാൻ തുടങ്ങിയാൽ അപ്പൊ പിണങ്ങും. കഷ്ടം. സ്നേഹം കൊണ്ടാ സാറേ. ഞാനും അങ്ങനെയാ. കൂടുതൽ സ്നേഹമുള്ളവരോട് ചിലപ്പോ വെറുതെ പിണങ്ങാൻ തോന്നും. ഞാനും സ്മഗ്ലർ കാതർക്കായും കൂടി ദിവസവും പിണങ്ങും. അതുപോലെ ഇണങ്ങും. ഓ സാറേ, ഒരു കാര്യം ചോദിച്ചാ സാർ ദേഷ്യപ്പെടുവോ? എന്താ? കൊച്ചമ്മ പറയുന്നു കൊച്ചമ്മയുടെ ഭർത്താവ് മരിച്ചുപോയെന്ന്. സാറാണെങ്കിൽ പച്ച ജീവനുടെ മുമ്പിൽ ഇരിക്കുകയും ചെയ്യണം. എന്താ ഇതിന്റെ ഒരു ട്രിക്ക്? കൊച്ചമ്മ പറഞ്ഞത് ശരിയാണ്. ഞാൻ മരിച്ചുപോയി. മരിച്ചെന്ന് സ്വർഗത്തിൽ ചെന്നപ്പോ യമൻ എന്നോട് പറഞ്ഞു. യമനെ അറിയാലോ? അയ്യോ, ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. കാലൻ. ഈ ചാവാൻ നേരത്ത് പാശവുമായി പോത്തിന്റെ പുറത്ത്. അത് തന്നെ. അദ്ദേഹം എന്നോട് പറഞ്ഞു അവിടെ ചെല്ലാൻ സമയമായിട്ടില്ല. പിന്നെ മെനക്കെട്ട് പോയതല്ലേ എന്ന് കരുതി ഒരു 5 വർഷം അവിടെ താമസിച്ചു. പോരണം തോന്നിയപ്പോ ഇങ്ങോട്ട് പോന്നു. എന്റെ മണ്ടയ്ക്കാട്ട് ഭഗവതി. അയ്യോ എന്റെ അമ്മേ. സാറേ, സാറേ, സാറേ. അയ്യോ, കുളിര് കോരിപ്പോയി. എനിക്കെന്തോ വേണം? ഈ ശങ്കരിക്ക് ഇവിടെ ഒരു സ്ഥാനമില്ല സാറേ. പുറത്താണെങ്കിൽ കൊമ്പം മീശ മിറപ്പിച്ചോണ്ട് മിണ്ടാപ്രേതം, അകത്താണെങ്കിൽ ഇംഗ്ലീഷ് ചീത്ത പറയുന്ന ഒരു പെണ്ണും. ഇവരുടെ മാനം മര്യാദ ശങ്കരി എങ്ങനെ ജീവിക്കും സാറേ? അവരെന്ത് ചെയ്തു താൻ പറയുന്നേ?
അവരൊന്നും ചെയ്തിട്ടല്ല സാറേ, അവരൊറ്റ കെട്ടാ, ഞാൻ മാത്രം വേറെ. ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ പുറത്തൊരു ശബ്ദം. നോക്കിയപ്പോഴെന്താ, എന്റെ മണ്ടയ്ക്കാട്ട് ഭഗവതി ആ മിണ്ടാപ്രേതവും 2 തടിയന്മാരും നിന്ന് എന്തോ സ്വകാര്യം പറയണം. എന്നെ കണ്ടുടനെ പിടിച്ചൊരു വരട്ട്. ഞാനങ്ങ് പേടിച്ചു പോയി. അതിനിപ്പോ എന്താ വേണ്ടത്? അവരെയൊക്കെ ഇവിടുന്ന് പറഞ്ഞയക്കണം. ഈ വീട്ടിലെ ജോലികൾ മുഴുവൻ ഒറ്റയ്ക്ക് ശങ്കരി ചെയ്തോളും. എന്നാലും പേടിക്കാതെ കഴിയാമല്ലോ. അവരെ പറഞ്ഞയക്കാൻ വിഷമമാണ്. വേണമെങ്കിൽ തനിക്ക് പോ. എന്നാലും സാറിന്റെ ശങ്കരിയോട് ഇങ്ങനെ പറഞ്ഞല്ലോ. എനിക്കിനി ചത്തോ മതി എന്റെ മുണ്ടൊക്കെ. ശങ്കരൻകുട്ടി, നീ പോണ്ട. ഇവിടത്തെ ജോലിക്കാർ ആരൊക്കെയാണെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. ഞാനില്ലാത്തപ്പോൾ നിനക്ക് തീരുമാനിക്കാം. ഞാൻ ഉള്ളപ്പോ എന്റെ ഇഷ്ടം കൂടി നോക്കണ്ടേ? എവിടെന്നോ വലിഞ്ഞു കയറി വന്നവർക്ക് തട്ടിക്കളിക്കാനുള്ള പാവയൊന്നുമല്ല ഞാൻ. ശരിയാണ്. അങ്ങനെ ആരെങ്കിലും നിന്നെ കളിപ്പിക്കാൻ ശ്രമിച്ചാൽ ഞാൻ എന്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് അവരെ നേരിടും. നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമില്ല എന്ന് തീർത്ത് പറയരുത്. എന്നെങ്കിലും എന്റെ ആവശ്യം വന്നാൽ അന്ന് ഇങ്ങനെ പറഞ്ഞു പോയല്ലോ എന്ന് ഓർത്ത് ദുഃഖിക്കേണ്ടി വരും. ശങ്കരൻകുട്ടി. ശങ്കരി അല്ല ശങ്കരി, നിന്നെ ഇവിടെ ആരും ഉപദ്രവിക്കില്ല കേട്ടോ. നീ കുഴപ്പമൊന്നും ഉണ്ടാക്കാതിരുന്നാ മതി. ഓക്കോ ദേവി, ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ വീട്ടിൽ തന്നെ താമസിക്കും. നിന്റെ മനസ്സ് മാറും എന്ന പ്രതീക്ഷയോടെ. എന്റെ മണ്ടയ്ക്കാട്ട് ഭഗവതി, എല്ലാ പുരുഷന്മാരും ഇങ്ങനെയാ. ദേഷ്യം വന്നാ പിന്നെ എന്ത് ചെയ്യാന്ന് അറിയില്ല. ഞാൻ പണ്ട് കാതറിക്കയുടെ വീട്ടിൽ നിൽക്കുന്ന കാലം അവിടെ പൈങ്കിളി പോലൊരു പെണ്ണ് വന്നു. നിർത്തോ, എനിക്ക് ഒരു ജോലിയൊന്നുമില്ലേ? പിന്നെ അടുപ്പത്ത് അരി കിടക്കുക, പാതി വന്നു. എന്റെ മണ്ടയ്ക്കാട്ട് ഭഗവതി, ഇപ്പൊ ഞാൻ മനസ്സ് വിചാരിച്ചതേ ഉള്ളൂ, കാമദേവനെപ്പോൾ. നിനക്ക് ദുഃഖം ഉണ്ടാകുമെന്ന് എനിക്കറിയാം. തെറ്റായ പലതും എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത് നീയാണ്. നിന്റെ പിടിവാശിയാണ്. നിങ്ങൾ എങ്ങനെ ജീവിച്ചാലും എനിക്ക് വിരോധമില്ല. പക്ഷേ എന്റെ വീട്ടിൽ ഇങ്ങനെ അഴിഞ്ഞിറങ്ങാൻ അനുവദിക്കില്ല. നിന്റെ അനുവാദത്തിലൂടെ യാതൊരു വിലയുമില്ല. അത് നോക്കിയാണെങ്കിൽ ഞാൻ വന്ന ദിവസം തന്നെ ഇറങ്ങിപ്പോണമായിരുന്നു, അല്ലേ? അത് എപ്പോഴായാലും വേണ്ടി വരും. നുണ പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാരും വിശ്വസിപ്പിക്കാം, എന്നെ ഒഴിച്ച്. തീർച്ചയായും നിനക്ക് ഭ്രാന്താണ്. ദേവി, നീ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു ബന്ധവുമില്ലാത്തൊരു വീട്ടിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത ഒരു പാവപ്പെട്ട സ്ത്രീയുടെ മരിച്ചുപോയ ഭർത്താവാണെന്ന് പറഞ്ഞുകൊണ്ട് താമസിക്കാൻ ആർക്കാണ് കഴിയുക? ആരാണ് അതിന് ധൈര്യപ്പെടുക? എനിക്ക് വേണമെങ്കിൽ നിന്നെ ഭ്രാന്താശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാം. ഞാനത് ചെയ്യാത്തത് അതെന്റെ അന്തസ്സിനെ കൂടി ബാധിക്കുന്ന കാര്യമാണല്ലോ എന്ന് ഓർത്തിട്ടാണ്. ഇനിയും പരീക്ഷിക്കാനാണ് ഭാവമെങ്കിൽ അതിന്റെ ഫലം അല്പം ക്രൂരമായി പോവും. അത് ഞാൻ അനുഭവിക്കേണ്ടി വരും. ബിന്ദു, ദേവിക്കുള്ള ആഹാരം മുകളിലേക്ക് കൊടുത്തയക്കും. ആരെങ്കിലും ടെലിഫോൺ ചെയ്താൽ ഞാൻ വൈകുന്നേരം വരുമെന്ന് പറയും. ആ ശങ്കരൻകുട്ടിയോട് ഒരുങ്ങിയിരിക്കാൻ പറയും. ഞാനിന്നൊരു ഹണ്ടിങ്ങിന് പോകുന്നു. ജസ്റ്റ് ഫോർ എ ചേഞ്ച്. ഓക്കെ? ശരി സർ. സത്യാഗ്രഹമാണോ? സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടില്ല. കുഴപ്പമൊന്നും ഉണ്ടാക്കാതെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം. നിങ്ങൾ എന്നെ കൊലക്കുറ്റത്തിന് ജയിലിൽ കയറ്റാനുള്ള പുറപ്പാടാണ്. എന്താ ഇവിടെ ഈ രാത്രിയിൽ? ഞാനൊരു കുറ്റവാളി അന്വേഷിച്ചിറങ്ങിയതാ. എന്നിട്ട് കിട്ടിയോ? കിട്ടിയിട്ടില്ല. കിട്ടും, ഇന്നല്ലെങ്കിൽ നാളെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. മിസ്റ്റർ ഗോപിനാഥ്, അസൗകര്യമില്ലെങ്കിൽ ഒരു ഉപകാരം ചെയ്താൽ കൊള്ളാം. എന്താണ്? ഞാൻ നായാട്ടിന് ഇറങ്ങിയത് എന്റെ ഭാര്യയ്ക്ക് തീരെ രസിച്ചിട്ടില്ല. പേടിയുണ്ടാവും. ഒന്ന് അങ്ങോട്ട് ചെല്ലൂ, ഒരു ധൈര്യത്തിന്. ഞാൻ വന്നിട്ട് പോ. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ മതി. നിങ്ങളാവുമ്പോ
പലതും പറഞ്ഞിരിക്കാമല്ലോ. എനിക്കാണെങ്കിൽ നിങ്ങളെ വലിയ വിശ്വാസമാണ്. ജസ്റ്റ് ലൈക്ക് എ ബ്രദർ. ഓക്കെ, ഐ എം സോറി, എനിക്ക് വേറെ കുറെ ജോലിയുണ്ട്. ഇറ്റ്സ് ഓൾ റൈറ്റ്. പിന്നെ കാണാം. വരൂ. പിന്നെ കുറച്ച് നല്ല മദ്യം കൊണ്ടുവന്നിട്ടുണ്ട്. ഇഫ് യു ലൈക്ക്. നോ താങ്ക്സ്. ഇങ്ങനെ തനിച്ചിരിക്കാൻ പാടില്ല. ജനുവരി 14 ഈ കുന്നിൻ ചെരുവിൽ എന്റെ മോൾ എൽസി കൊല്ലപ്പെട്ടു. അവൾക്കും നിന്റെ ഇതേ പ്രായമായിരുന്നു, ഇതേ രൂപമായിരുന്നു. എന്താ? ഞാൻ വെറുതെ സ്ഥലമൊക്കെ കാണാനിറങ്ങിയതാ. അപ്പൊ ഒരു പ്രാന്തൻ 1974 ജനുവരി 14 എന്റെ മോൾ എൽസി കൊല്ലപ്പെട്ടു. അവൾക്കൊരു കള്ളക്കാമുകനുണ്ടായിരുന്നു, ഇതേ പ്രായം. സാരമില്ല, ഭ്രാന്തന. കാറ് കയറിക്കോളൂ, ഞാൻ വീട്ടിൽ വിടാം. അവൾ എന്റെ പോലെ മോളായിരുന്നു. അവൾ 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 നിർത്തിക്കൊള്ളൂ, ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം. ഏതായാലും ഇവിടെ വരെ എത്തിയതല്ലേ, ഞാൻ വീട്ടിൽ വിടാം. വേണ്ട, മേഡം കണ്ടാൽ എന്നെ വഴക്ക് പറയും. താങ്ക്സ്. ഞാൻ എഴുന്നേൽക്കാൻ അല്പം വൈകിപ്പോയി. പിന്നെ എന്താ പ്രത്യേകിച്ച്? പ്രത്യേകിച്ചൊന്നുമില്ല. അത്ഭുതങ്ങൾ നടക്കുന്ന സ്ഥലമല്ലേ, പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടോന്ന് അറിയാവുന്ന കരുതി. ഓ, മറന്നുപോയി. ഇരിക്കൂ. ഞാൻ പുതുതായി ഒരു സെക്രട്ടറിയെ നിയമിച്ചു, ഒരു കൊച്ചു പെണ്ണ്. ബിന്ദു, പല കാര്യങ്ങളും ഞാൻ മറന്നുപോകുന്നു. പ്രധാനപ്പെട്ട കാര്യങ്ങളെങ്കിലും ഓർമ്മിപ്പിക്കാൻ ആരെങ്കിലും വേണ്ടേ? ഇത് ബിന്ദു. ബിന്ദു, ഇതെന്റെ ഒരു സുഹൃത്ത്, സോറി, എന്റെ ഭാര്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്, DYSP ഗോപിനാഥ്. ഹലോ. ഹലോ. ഒരു സെക്രട്ടറി വെക്കാനുള്ള തിരക്ക് ഇപ്പൊ നിങ്ങൾക്കുണ്ടോ? മിസ്റ്റർ ഗോപിനാഥ്, നിങ്ങൾക്ക് മനസ്സിലാകാഞ്ഞിട്ടാണ്. എന്റെ ടെൻഷൻ ഞാൻ പുറത്ത് കാണിക്കാറില്ലെങ്കിലും, ഐ മീൻ, എന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ 10 സെക്രട്ടറിമാരെ വെക്കുമായിരുന്നു. എസ്റ്റേറ്റ്, കൃഷി, അതിനൊക്കെ പുറമെ ഞാൻ പുതുതായി തുടങ്ങാൻ പോകുന്ന ഫാക്ടറി, ഇതിന്റെ ഒക്കെ ചുമതല ഞാൻ ഏറ്റെടുത്തിരിക്കില്ലേ? ഇതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം ദേവി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യമോ? എന്തിന്? മിസ്റ്റർ ഗോപിനാഥ്, എന്റെ ഭാര്യയ്ക്ക് അല്പം വിശ്രമം കൊടുക്കേണ്ടത് എന്റെ കടമയല്ലേ? പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ കല്യാണം കഴിക്കാത്ത പിള്ളേരെ ഉൾപ്പെടുത്തിയാൽ ഇതാണ് കുഴപ്പം. ഭാര്യാഭർത്തൃ ബന്ധം എന്താണെന്ന് ഇവർക്കറിയില്ല. മിസ്റ്റർ രാജൻ, ഞാൻ തമാശയ്ക്ക് വേണ്ടിയല്ല ചോദിച്ചത്. ഈ വീട്ടിൽ പഴയ കുറെ ജോലിക്കാരുണ്ടായിരുന്നു. ഒരു രാത്രി കൊണ്ട് അവരെ കാണാതായി. ഇപ്പൊ നിങ്ങൾക്ക് സെക്രട്ടറിയായി, പുതിയ ജോലിക്കാരായി പലരെയും നിയമിച്ചു, ദേവിയുടെ അനുവാദം കൂടാതെ. ബിന്ദു, പോയി ചായ കൊണ്ടുവരാൻ പറയും. മിസ്റ്റർ ഗോപിനാഥ്, എന്റെ ഭാര്യ ഞാൻ പറയുന്നത് അനുസരിക്കും. ഞാൻ മരിച്ചുപോയി എന്നവൾ പറയുന്നുണ്ട്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഐ തിങ്ക് ദാറ്റ്സ് എ മെന്റൽ കേസ്. അത് നിങ്ങൾ അത്ര സീരിയസ് ആയി കണക്കാക്കണമെന്നില്ല. നമുക്ക് വേറെ വല്ലതും സംസാരിക്കാം. ഇപ്പോഴത്തെ രാഷ്ട്രീയത്തെ പറ്റിയോ സിനിമയെ പറ്റിയോ? കള്ളമാണ് ഗോപി, പച്ചക്കള്ളം. എന്റെ സ്വത്തുക്കൾ കൈക്കലാക്കാൻ അയാൾ കെട്ടുന്ന വേഷമാണിതൊക്കെ. പക്ഷെ തെളിവുകളെല്ലാം അയാൾക്ക് അനുകൂലമാണല്ലോ. അയാൾ ഇവിടുന്ന് പോയ തീയതി, സിംഗപ്പൂരിലേക്കുള്ള പാസ്പോർട്ട്,
ലിസ, ഇതെല്ലാം കണ്ടില്ലെന്ന് വയ്ക്കാൻ പോലീസിന് പറ്റുമോ? നിങ്ങൾക്ക് തെളിവുകളാണ് ആവശ്യം, സത്യമല്ല. ഹൃദയമെടുത്ത് പുറത്ത് കാണിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. വിഷമിക്കാതിരിക്കും. ദേവി പറയുന്നതാണ് സത്യമെങ്കിൽ തീർച്ചയായും അയാൾ ആരാണെന്ന് ഞാൻ കണ്ടുപിടിക്കും. അതുവരെ ജയിക്കാവുന്നിടത്തോളം ജയിക്കട്ടെ. ഏതായാലും അയാളുടെ പുറകെ ഒരു നിഴലായിട്ട് എപ്പോഴും ഞാനുണ്ടാവും. ഞാൻ വരട്ടെ. കാപ്പി കുടിച്ചില്ല? വേണ്ട. ഇനി തന്നേക്കും.